ഇസ്രയേലിനെതിരെ ആക്രമണം കടുപ്പിച്ച യമനിലെ ഹൂതികൾ. മധ്യ ഇസ്രയേലിനെ ലക്ഷ്യമിട്ടാണ് ഇപ്പോൾ ഹൂതികൾ ആക്രമണം നടത്തിയിരിക്കുന്നത്. പലസ്തീൻ 2 എന്ന ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ചാണ് ആക്രമണം നടത്തിയതെന്ന് ഹൂതി സൈനിക വക്താവ് യഹ്യ സാരി പറഞ്ഞു. ഇസ്രയേൽ സൈന്യം ഗാസയ്ക്കെതിരായ യുദ്ധം അവസാനിപ്പിക്കുന്നതുവരെ ഇസ്രയേലിനെതിരെ സൈനിക നടപടികൾ തുടരുമെന്നും ഇപ്പോൾ നടത്തിയ ആക്രമണം ലക്ഷ്യം കണ്ടെന്നും ഹൂതികൾ പറഞ്ഞു. എന്നാൽ ഹൂതികളുടെ ആക്രമണം രാജ്യത്തേക്ക് കടക്കുന്നതിന് മുൻപ് തടഞ്ഞതായാണ് ഇസ്രയേൽ സൈന്യം അവകാശപ്പെടുന്നത്. യമനിലെ ഹൂതികൾക്കെതിരെ ഇസ്രയേൽ സൈനിക നടപടിക്ക് ഒരുങ്ങുന്നുവെന്ന റിപ്പോർട്ടുകളും വരുന്നുണ്ട്. തുടർച്ചയായ മിസൈൽ, ഡ്രോൺ ആക്രമണങ്ങൾക്ക് മറുപടിയായി യമനിലെ ഹൂതി ഗ്രൂപ്പിനെതിരെ സൈനിക ആക്രമണത്തിന് തയ്യാറെടുക്കുകയാണെന്ന് ഇസ്രയേലി പബ്ലിക് ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ അറിയിച്ചു. കഴിഞ്ഞ ദിവസം ഹൂതികൾ വിക്ഷേപിച്ച ബാലിസ്റ്റിക് മിസൈലും ഡ്രോണും തടഞ്ഞതിനു പിന്നാലെയാണ് പ്രഖ്യാപനവുമായി ഇസ്രയേൽ മുന്നോട്ട് വന്നത്. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ 6 ഡ്രോണുകളും 2 ബാലിസ്റ്റിക് മിസൈലുകളും ഇസ്രയേലിനെ ലക്ഷ്യമാക്കി ഹൂതികൾ വിക്ഷേപിച്ചതായി അധികൃതർ അറിയിച്ചു. ആക്രമണം ആരംഭിക്കാനുള്ള ഇസ്രയേൽ നേതൃത്വത്തിന്റെ അനുമതിക്കായി കാത്തിരിക്കുകയാണെന്നും അവർ കൂട്ടിച്ചേർത്തു. ഇതിനായി ഇന്റലിജൻസ് ഉറവിടങ്ങൾ മാറ്റുകയും ദൌത്യത്തിനായി പ്രവർത്തന യൂണിറ്റുകൾ തയ്യാറാക്കുകയും വേണമെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. അതേസമയം ബഷാർ അസദ് സർക്കാരിന്റെ സിറിയയിലെ പതനത്തിനു പിന്നാലെ ഗോലാൻ കുന്നുകളിലെ കുടിയേറ്റം ഇരട്ടിയാക്കാൻ തീരുമാനിച്ച ഇസ്രയേൽ ഗോലാൻ കുന്നുകളിൽ സെറ്റിൽമെന്റുകൾ സ്ഥാപിച്ച് കുടിയേറ്റം ശക്തമാക്കാനുള്ള പദ്ധതിക്ക് ഇതോടെ ഇസ്രയേൽ സർക്കാർ അംഗീകാരം നൽകി. ഗോലാൻ കുന്നിൽ നിലവിലുള്ള ഇസ്രയേൽ ജനതയുടെ എണ്ണം ഇരട്ടിക്കാനാണ് നിലവിലെ നീക്കം. അസദിന്റെ വീഴ്ചയോടെ സിറിയയുമായുള്ള ഇസ്രയേലിന്റെ അതിർത്തിയിൽ പുതിയ സൈനിക മുന്നണി ശക്തി പ്രാപിച്ച സാഹചര്യത്തിലാണ് ഈ തീരുമാനമെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വെളിപ്പെടുത്തി. അസദ് രാജ്യം വിട്ടതിന് പിറ്റേന്ന് സിറിയയെ ഗോലാൻ കുന്നുകളിൽ നിന്ന് വേർതിരിക്കുന്ന UN ബഫർ സോണിലേക്ക് ഇസ്രയേൽ സൈന്യത്തെ വിന്യസിച്ചിട്ടുണ്ട്. ഡമാസ്കസിലെ ഭരണമാറ്റം വെടിനിർത്തൽ കരാർ ചർച്ചകളെ തകർക്കുമെന്ന വിലയിരുത്തലിനെ തുടർന്നായിരുന്നു ഇത്. സിറിയയിൽ ഭരണം പിടിച്ച വിമത സംഘമായ ഹയാത്ത് തെഹ്രീൻ അൽഖാം നിലവിൽ മൃദു സമീപനമാണ് പുലർത്തുന്നതെങ്കിലും ഇസ്രയേലിനുമേൽ ഭീഷണി നിലനിൽക്കുന്നുവെന്നും നെതന്യാഹു പറഞ്ഞു. സിറിയയുമായി ഇസ്രയേലിന് യാതൊരു സംഘർഷത്തിനും താൽപര്യമില്ലെന്നും നിലവിലെ സാഹചര്യത്തിനനുസരിച്ച് സിറിയയുമായി ബന്ധപ്പെട്ട നയങ്ങൾ ഇസ്രയേൽ തീരുമാനിക്കുമെന്നും നെതന്യാഹു കൂട്ടിച്ചേർത്തു. ഗോലാനിലേക്ക് 20,000 പേരെ കൂടി കൊണ്ടുവരാനാണ് ഇസ്രയേൽ നീക്കം. നിലവിൽ 30ഓളം ഇസ്രയേൽ സെറ്റിൽമെന്റുകളാണ് ഗോലാൻ കുന്നിലുള്ളത്. ഇതിൽ 20,000ഓളം പേർ താമസിക്കുന്നു. അത്ര തന്നെ സിറിയൻ പൗരന്മാരും ഇവിടെയുണ്ട്. 1967 6 യുദ്ധത്തിൽ ഗോലാൻ കുന്നുകളുടെ ഭൂരിഭാഗവും ഇസ്രയേൽ സിറിയയിൽ നിന്ന് പിടിച്ചെടുത്തിരുന്നു. രാജ്യാന്തര തലത്തിൽ ഇസ്രയേലിന്റേത് ഒരു അനധികൃത കുടിയേറ്റമായാണ് കണക്കാക്കുന്നതെങ്കിലും 2019 ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റായിരുന്ന അന്നത്തെ അമേരിക്കൻ സർക്കാർ ഗോലാൻ കുന്നുകളിൽ ഇസ്രയേലിന്റെ സ്വയംഭരണാധികാരത്തിന് ശക്തമായി തന്നെ പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.